ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ചാപ്റ്റർ ആയിരുന്നു ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സുസ്ഥിരതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ എന്നല്ല, മറ്റെല്ലാ ചാപ്റ്റേഴ്സുകളുടെയും ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അതിന്റെ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. അതിന്റെ ഉത്തരം എങ്ങനെയാ വരിക തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻസുകൾ വരും. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണുകളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കേണ്ടത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ സമഗ്രയുടെ 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നിട്ടുണ്ടല്ലോ. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് 3 എന്ന് പറയുന്നത് 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട്. അതിൽ ഈ ഒരു ചാപ്റ്ററിനല്ലോ ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞ സുസ്ഥിരതയിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അവിടെ നിന്ന് മാത്രം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളും ഞാൻ പറഞ്ഞു തരാം. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേണുകളും അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. സോ നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോയി നോക്കാം കേട്ടോ. ഒന്നാമത്തായിട്ട് ഇവിടെയുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രധാന ഫോസിൽ ഇന്ധനത്തിന്റെ സവിശേഷതകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇന്ധനം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിന്റെ ഉപയോഗം വ്യക്തമാക്കുക. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മേജർ ഫോസിൽ ഫ്യൂൽ ആർ ഐഡന്റിഫൈ. നമ്മൾ കുറച്ച് ഇന്ധനത്തിന്റെ ഫോസിൽ ഫ്യൂവലിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അതിൽ ഏത് ഫ്യൂവലാണ്, ഏത് ഇന്ധനമാണ് നമ്മൾ തിരിച്ചറിയണം. ആൻഡ് എലുസിഡേറ്റ് ഇറ്റ്സ് യൂസസ്, അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്നും തിരിച്ചു മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാം അല്ലെ. നമ്മൾ ഇവിടെ നോക്കാം. സസ്യാവശിഷ്ടങ്ങളിൽ നിന്ന് കാണപ്പെടുന്നു. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ആയി. ഒറിജിനേറ്റഡ് ഫ്രോം ദ പ്ലാന്റ്സ് റിമൈൻസ്. നമ്മൾ സസ്യാവശിഷ്ടങ്ങളിൽ നിന്ന് വരുന്ന പ്ലാന്റ്സ് എന്ന് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ വരണം പ്ലാന്റ്സ് എന്ന് വരുന്നത് നമ്മൾ ഓർഗാനിക് ആണ്. അത് ഏതായിരിക്കും മക്കളെ? കോൾ ആയിരിക്കും, കൽക്കരി ആവാനാ സാധ്യത. അപ്പൊ അത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ബാക്കിയും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. ഉയർന്ന കാർബണിക സ്വഭാവം, ഹൈ കാർബൺ കോണ്ടന്റ്. അപ്പൊ കുറെ കൺഫേം ആണ്. അതുപോലെ തന്നെ കറുപ്പോ തവിട്ടോ നിറം 100% കൺഫേം ആയി. ഫൗണ്ട് എതർ ദ ബ്രൗൺ ഓർ നമ്മൾ ബ്ലാക്ക് ഓർ ബ്രൗൺ കളറിൽ നമ്മൾ കാണുന്നു എന്നുള്ളത്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? അതിന്റെ ആൻസർ നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടി. അത് കോളാണ്, കൽക്കരിയാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. കൽക്കരിയുടെ ഫീച്ചേഴ്സ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്? മെറ്റലറി അഥവാ ലോഹ സംസ്കരണത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ഏത് ലോഹമാണെങ്കിലും ഉരുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കാറുള്ളത് കോൾ, കൽക്കരിയാണ് യൂസ് ചെയ്യാറുള്ളത്. യൂസ് ടു മേക്ക് ദ വാക്സ് അഥവാ മെഴുക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഓയില്, മെഡിസിൻസ്, പെസ്റ്റിസൈഡ്സ്, ഡൈസ്, കാര്യങ്ങൾക്കെല്ലാം തൈലങ്ങൾ, ഔഷധങ്ങൾ, കീടനാശിനികൾ, നിറക്കൂട്ടുകൾ ഇവയൊക്കെ നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കും. മാത്രമല്ല യൂസ്ഡ് ഫോർ ദ മെയിൻ സോഴ്സ് ഓഫ് തെർമൽ എനർജി. താപവൈദ്യുതിയുടെ എന്ന് വെച്ചാൽ തെർമൽ എനർജിയുടെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് കോളാണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു നോക്കിക്കേ. നമ്മളോട് ആദ്യം എന്ത് പറഞ്ഞില്ല? ഇപ്പൊ കോളിന്റെ ഉപയോഗം എന്താണെന്നുള്ളതാണ് ശരിക്കും നമ്മളോട് ചോദിക്കേണ്ടത്. കൽക്കരിയുടെ ഉപയോഗം എന്താ? ഡയറക്റ്റ് ചോദ്യമാണെങ്കിൽ അങ്ങനെയായിരുന്നു ചോദിക്കേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെ ചോദിച്ചോ? അങ്ങനെ ചോദിച്ചില്ല. കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് നമ്മൾ അത് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു. അത് ഫൈൻഡ് ഔട്ട് ചെയ്ത ശേഷം അതിന്റെ യൂസസ് ചെയ്താൽ പറഞ്ഞു. ക്വസ്റ്റ്യന്റെ പാറ്റേണിലെ വേരിയേഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം ഞാൻ കാണിച്ചു തരാമേ. അടുത്ത ചോദ്യം ഇതാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിനായി നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ എഴുതുക. അതൊരു ഓപ്പൺ ക്വസ്റ്റ്യനാണ് ശരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഫിലോസഫി അല്ലെങ്കിൽ നമ്മുടെ ഐഡിയോളജി വെച്ചിട്ട് എഴുതാൻ പറ്റും. അതിന് മേ ബി ആ ചാപ്റ്റർ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആസ് എ സ്റ്റുഡന്റ്, ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ റൈറ്റ് ഡൗൺ ദ സജഷൻ യു ക്യാൻ ഗിവ് ടു കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്. പ്രകൃതി വിഭവം, നാച്ചുറൽ റിസോഴ്സ് കൺസർവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മക്കളെ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പ്ലാന്റ് ട്രീസ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുക. നമ്മൾ എന്താണ് നാച്ചുറൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാ. പ്രിവെന്റ് ദ പൊല്യൂഷൻ, മലിനീകരണത്തെ തടയുക എന്ന് പറയുന്നത്. റെഡ്യൂസ് ഓർ അവോയ്ഡ് ദ പ്ലാസ്റ്റിക്സ്, പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന് പറയുന്നത്. അപ്പൊ തന്നെ പ്രിവെന്റ് ദ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം തടയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആസ് എ സ്റ്റുഡന്റ് എന്നതിൽ നമുക്ക് മനസ്സിലാവുന്നതല്ലേ. നമുക്ക് നാച്ചുറലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചത്. പൊല്യൂഷനുകൾ ഇല്ലാതാക്കുക, മലിനീകരണങ്ങൾ ഇല്ലാതിരിക്കുക, പ്ലാസ്റ്റിക്കിനെ യൂസ് ചെയ്യാതിരിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, മരങ്ങൾ വെട്ടിമുറിക്കുന്നതിനെ തടയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആസ് എ സ്റ്റുഡന്റ് എന്നതിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയാം. എന്നാൽ അടുത്ത ചോദ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്ധനം എന്താണെന്ത്? നമ്മൾ ഡിഫൈൻ ഫ്യൂവൽ എന്താണെന്ന് എഴുതാനാണ്. പുനരുപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇന്ധനത്തിന് ഒരു ഉദാഹരണം എഴുതുക. സിമ്പിൾ ആയിട്ട് ചോദ്യമാണ്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ റിന്യൂവബിൾ ഫ്യൂവൽ. ഫ്യൂവൽ എന്താണെന്ന് നമ്മൾ ചോദിക്കാണ്. ഫ്യൂവൽ എന്താണെന്ന് ചോദിക്കാൻ നമ്മൾ എഴുതാണ് യെസ് സബ്സ്റ്റൻസ് ദാറ്റ് റിലീസ് ദ എനർജി. ഒരു സബ്സ്റ്റൻസ്, ഒരു വസ്തു ആയിരിക്കണം, അത് എനർജിയെ റിലീസ് ചെയ്യണം. ത്രൂ ദ കെമിക്കൽ പ്രോസസ് ഈസ് നോൺ ആസ് ദ ഫ്യൂവൽ. അഥവാ രാസമാറ്റത്തിലൂടെ ഊർജ്ജം പുറത്തു വിടുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇന്ധനം എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് നമ്മളോട് ചോദിച്ച ഏത് ടൈപ്പ് എനർജിയാണ് ചോദിച്ചത്? നമ്മുടെ പുനരുപയോഗിക്കാൻ പറ്റുന്ന റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂവലാ ചോദിച്ചത്. റിന്യൂവബിൾ ആയിട്ടുള്ള ഫ്യൂവലാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എന്ന് നമ്മൾ എന്തെങ്കിലും അമിതമായിട്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല. ബട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് ഫ്യൂവൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തായിട്ടുള്ള ചോദ്യം ഇതായിരുന്നു. അടുത്ത ചോദ്യം ഇതാണ്. സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിൽ വിഭവ സംരക്ഷണത്തിന്റെ പങ്ക് പരിശോധിക്കുക. എക്സാമിൻ ദ റോൾ ഓഫ്
കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ എക്കണോമിക്സിന്റെ ചാപ്റ്ററിലേക്ക് പോകും. അവിടുത്തെ ഏരിയ അല്ല ഈ ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾ നോക്ക്, അവിടെയും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസുകൾ ഇൻഡെക്സസുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അവിടേക്കെല്ലാം നമ്മളോട് പോകുന്നത് നമ്മൾ ഇവിടെ ഏതാണ്, ജിയോഗ്രഫിയുടെ ഈ ഭാഗത്തിലേക്ക് തന്നെയാണ് വരുന്നത്. സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിൽ വിഭവ സംരക്ഷണത്തിന്റെ അഥവാ കൺസർവേഷൻ ഓഫ് റിസോഴ്സിന്റെ വാല്യൂ എത്രയാണെന്നുള്ള നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കൺസർവേഷൻ ഓഫ് റിസോഴ്സ് എന്തിനാണ് മക്കളെ? ഭാവി തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവിന് കോട്ടം തട്ടാതെ വർത്തമാന കാലത്ത് ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം. ആദ്യം തന്നെ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതി വെച്ചു. എന്നുവെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് ഭാവി തലമുറയുടെ കാര്യങ്ങൾ ഒന്നും സാക്രിഫൈസ് ചെയ്യാതെ ഇന്നത്തെ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈസ് ദ ഡെവലപ്മെന്റ് ദാറ്റ് മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ. പ്രസന്റ് ജനറേഷന്റെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം വിത്തൗട്ട് കോംപ്രമൈസ് ഇൻ ദ എബിലിറ്റി ഓഫ് ദ ഫ്യൂച്ചർ ജനറേഷൻ. പക്ഷേ ഏതിനെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല? ഫ്യൂച്ചർ ജനറേഷനെ കോംപ്രമൈസ് ചെയ്യാതെ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥയെ കോട്ടം തട്ടാതെയും ആഗോള വ്യവസ്ഥയെ ബാധിക്കാതെയും പ്രകൃതി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കൺസേർവ് ചെയ്താൽ മാത്രമേ, പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം അവിടെ ഉണ്ടാവുകയുള്ളൂ. അതാ പറയുന്നത് യൂട്ടിലൈസിംഗ് ദ നാച്ചുറൽ റിസോഴ്സ് വിത്തൗട്ട് ഹാമിംഗ് ദ എക്കോസിസ്റ്റം. നമ്മുടെ എക്കോസിസ്റ്റത്തെ ഹാം ചെയ്യരുത്, ബുദ്ധിമുട്ടാക്കരുത്. അഫക്റ്റിംഗ് ദ ഗ്ലോബൽ ക്ലൈമറ്റിനെയും എഫക്ട് ചെയ്യരുത്. അതുപോലെ തന്നെ സൗരോർജ്ജം, കാറ്റ്, ജലവൈദ്യുതി, ഭൗമ താപോർജ്ജം എന്നിവ വികസിപ്പിക്കുക. ഇവ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എനർജി സോഴ്സുകളായിട്ട് സോളാർ എനർജി, വിൻഡ് എനർജി, ഹൈഡ്രോ ഇലക്ട്രിക് എനർജി, ജിയോ തെർമൽ എനർജി, ഇവയൊക്കെ റിന്യൂവബിൾ എനർജിയാണ്. റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. പകരം ഏത് ഉപയോഗിക്കാതിരിക്കുക? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള നമ്മുടെ പെട്രോളിയം പോലെയുള്ള കൽക്കരി പോലെയുള്ളവ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. നമ്മൾ പറഞ്ഞല്ലോ, റെഡ്യൂസിംഗ് യൂസ് ഓഫ് ദ ഫോസിൽ ഫ്യൂവൽസ്, മിനിമൈസിംഗ് ദ എക്സസീവ് കൺസംപ്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, പ്രകൃതി വിഭവങ്ങൾ അമിതമായിട്ട് ഉപയോഗം കുറയ്ക്കുക. സോ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആക്ച്വലി സുസ്ഥിര വികസനം സാധ്യമാക്കാൻ വിഭവ സംരക്ഷണത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. എക്സാമിൻ ദ റോൾ ഓഫ് കൺസർവേഷൻ ഓഫ് റിസോഴ്സസ് ആസ് എ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ അടുത്തായിട്ടൊരു ചോദ്യം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഊർജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി പുനരുൽപാദിപ്പിക്കാൻ സാധിക്കുന്ന ഊർജ വിഭവങ്ങളുടെ ഉപയോഗം വ്യാപിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തരുന്നു. ഇറ്റ് ഈസ് essential to expand the use of renewable source of energy to solve the energy crisis. എനർജി ക്രൈസിസ് ഇല്ലാതിരിക്കാൻ വേണ്ടി റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി നമ്മൾ ഉപയോഗിക്കൽ നിർബന്ധമാണ്. അത് ജസ്റ്റിഫൈ ചെയ്യാൻ, സമർത്ഥിക്കുക അല്ലെങ്കിൽ ന്യായീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ എന്തിയാണ്? ആ സ്റ്റേറ്റ്മെന്റിനെ ഡീറ്റെയിൽ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നാണ് ആക്ച്വലി നമ്മൾ പറയാറുള്ളത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ അമിത വിഭവം ഇത് നമ്മൾ അവിടെ പറയുന്ന നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഇവിടെ പറയുന്ന സമയത്തിന് ആലോചിക്കാൻ, പുനരുൽപാദിപ്പിക്കാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനർജിയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രൽ എനർജി, തെർമൽ എനർജി പോലെയുള്ളവ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടെ എനർജി ഇവിടെ കിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. അമിത ഉപയോഗം മൂലം ഭാവിയിൽ ഉണ്ടാക്കാവുന്ന ഊർജ പ്രതിസന്ധി, പ്രകൃതിയിൽ ഇതിനോടകം ഉണ്ടാവുന്ന കോട്ടങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് നിലവിലെ ഊർജ സ്രോതസ്സുകൾക്ക് പകരം സുസ്ഥിരമായ മറ്റു ഊർജ സ്രോതസ്സുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള എനർജികൾ നമ്മളെല്ലാം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവ പ്രകൃതിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഭാവി തലമുറക്ക് അത് കിട്ടാതിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ എല്ലാത്തിനെയും നമ്മൾ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ഊർജ സ്രോതസ്സുകൾ നാം വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം. ഈ സാഹചര്യത്തിൽ എപ്പോഴും ലഭിക്കേണ്ട കാലാകാലം നിലനിൽക്കുന്നതുമായ ഊർജ്ജമാണ് നമ്മൾ മാക്സിമം ഉപയോഗിക്കേണ്ടത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നുണ്ട് സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, ഭൗമ താപോർജ്ജം, വേലിയേറ്റ ഊർജ്ജം, ഹൈഡ്രജനിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയിട്ടുള്ളവ ആണ് നമ്മൾ എന്ത് പ്രധാനമായിട്ടും, ജൈവോർജ്ജം തുടങ്ങിയിട്ടുള്ളവയാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യേണ്ടത്. ടു അഡ്രസ് ദ ഇമ്മിനന്റ്, നമ്മൾ എന്ത് ചെയ്യാണ്, ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഗ്ലോബലിൽ ഏറ്റവും ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ക്രൈസിസ് ആണ് എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ എനർജി ക്രൈസിന് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലൈമറ്റിന് ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കും. ഹൈ കാർബൺ കണ്ടന്റ് എല്ലാം എമിറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ക്ലൈമറ്റിക് ഇഷ്യൂസുകളൊക്കെ ഉണ്ടാവും. അതിന് സോൾവ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ഫോളോ ദ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. നമ്മൾ ഏതിനെ സോഴ്സ് ചെയ്തേക്കാം? റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി നമ്മൾ ഫോക്കസ് ചെയ്തേക്കാം. അതിന്റെ ഭാഗമായിട്ട് സോളാർ എനർജി, വിൻഡ് എനർജി, ജിയോ തെർമൽ എനർജി, ടൈഡൽ എനർജി, എനർജി ഫ്രം ദ ഹൈഡ്രജൻ ആൻഡ് ബയോ എനർജി പോലെയുള്ളവയെ പ്രൊമോട്ട് ചെയ്യുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും അവസാനമായിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ഞാൻ കാണിച്ചു തരാം. ചോദ്യം ഇതായിരുന്നു: ഒരു പാരമ്പര്യേതര ഊർജ്ജ വിഭവമായ ഹൈഡ്രജന്റെ പ്രാധാന്യം വ്യക്തമാക്കുക. ഒരു നൈസ് ക്വസ്റ്റ്യനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ
കുറച്ച് പറഞ്ഞു വെച്ച ഭാഗത്ത് നിന്നാണ് ഡീറ്റെയിൽഡ് ചോദ്യം വന്നത്. എലിസുഡേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈഡ്രജൻ എ നോൺ റിന്യൂവബിൾ കൺവെൻഷണൽ എനർജി. നോൺ കൺവെൻഷണൽ എനർജി ആണല്ലോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ചോദിക്കണേ. ഹൈഡ്രജൻ ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ നോൺ കൺവെൻഷണൽ എനർജി. ഹൈഡ്രജൻ ഒരു നോൺ കൺവെൻഷണൽ എനർജിയാണ്. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എനർജി, പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വിച്ച് ക്യാൻ ബി സെർവ് ആസ് എ ക്ലീൻ ഫ്യൂൽ. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിരുന്നു ഹൈഡ്രജന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലീൻ ഫ്യൂൽ ആണ്. when the hydrogen is burned the fuel cell only water vapors is reused. നമ്മൾ ഹൈഡ്രജൻ ബേൺ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ കത്തിക്കുമ്പോൾ ഇന്ധന സെല്ലിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത കാർബൺസും മറ്റൊന്നും വരുന്നില്ല. ജസ്റ്റ് നമ്മൾ വാട്ടർ വപ്പേഴ്സ്, ജലബാഷ്പം മാത്രമാണ് ചെയ്യുന്നത് പുറത്തു വരുന്നത്. ഇറ്റ് ഡസ് നോട്ട് റിലീസ് ദ പൊല്യൂട്ടൻ. അതെന്താ പൊല്യൂട്ടൻസുകൾ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ലൈക്ക് ദ ഫോസിൽ ഫ്യൂലുകൾ പോലെയുള്ള ഒരു പൊല്യൂട്ടൻസും ഒരു മലിനീകരണം ഉണ്ടാക്കാവുന്നില്ല. സോ അതുകൊണ്ട് ഇറ്റ്സ് എ ക്ലീൻ എനർജി എന്നാ പറയാം. ഏറ്റവും ശുദ്ധമായ എനർജിയാണ്, ഊർജ്ജമാണ് ഹൈഡ്രജൻ എന്നാണ് നമ്മൾ പറയാനുള്ളത്. ദിസ് എനർജി ഈസ് യൂസ്ഫുൾ ഇൻ ദ ഏരിയാസ് റേഞ്ച് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ടു വേരിയസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാൻ ബി യൂസ്ഡ്. ഇവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വരെ മുതൽക്കൂട്ടാവുന്ന എനർജിയാണ്. ഇവ പുനരുപയോഗത്തിന് സാധ്യതയുണ്ട്. സോ ഹൈഡ്രജനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് എഴുതി വെക്കുക എന്നുള്ളത് നമുക്ക് അവിടെ ചെയ്തു വെക്കേണ്ട കാര്യം എന്നാണ്. സോ ഈ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങളുടെ ഒരു ഏകദേശ പാറ്റേണുകൾ മനസ്സിലായില്ലേ? ഇതുപോലെ ഓരോ ചാപ്റ്ററുകളിലും മക്കൾക്ക് ചോദ്യങ്ങൾ വേണോടാ, അതിന്റെ എല്ലാം ഉത്തരങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ട് തരണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സുകളാണ് വേണ്ടത് എന്നുള്ള മക്കൾ തൊട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. ഓരോരോ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കാം. മക്കൾ നന്നായിട്ട് പഠിക്കും മക്കളെ. എക്സാമിനേഷനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പീക്ക് ടൈമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മാസം പോലും നമ്മുടെ എക്സാമിനേഷൻ ഇല്ല. മക്കൾ ഇരുന്ന് വായിക്കടാ, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്.